ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് തൂത്തുക്കുടിയിലാണ്. തൂത്തുക്കുടി ശരിക്കും പ്രോപ്പർ തൂത്തുക്കുടി അല്ല, അവിടെ നിന്ന് ഏകദേശം ഒരു 70-75 കിലോമീറ്ററോളം ദൂരം പിന്നിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് കലുങ്കുമലൈ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, മുരുകൻ ക്ഷേത്രമുണ്ട്, അതോടൊപ്പം തന്നെ ജെയിൻ മോണിമെന്റ് ഉണ്ട്. 3 ക്ഷേത്രങ്ങൾ എന്തോ ആ ഒരു ഭാഗത്തുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഭംഗി തോന്നി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അതെ അതെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അതിന്റെ വെറൈറ്റി എന്ന് പറയാനായിട്ടുള്ളത് അതൊരു പാറയ്ക്കകത്ത് തുരന്നിട്ടാണ് എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ശില്പങ്ങളൊക്കെ കൊത്തിയിരിക്കുന്നത്. കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമുക്കത് അവിടെ ചെന്നതിന് ശേഷം അത് കണ്ടതിന് ശേഷം പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ആ ഒരു കലുങ്കുമലൈ എന്ന് പറഞ്ഞ സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻ്റെയോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മൾ പോരുന്ന വഴി തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് കൃഷിയിടങ്ങൾ. ഇപ്പം അത്യാവശ്യം കാലാവസ്ഥ മോശമാണ്, മഴക്കാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വെയിൽ തന്നെ കാണാൻ സാധിക്കും. പൊതുവെ ഇപ്പോൾ തമിഴ്നാട് മഴ സീസണാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല മഴയുണ്ട്. അതെ അതെ, 2-3 ദിവസമായിട്ട് തമിഴ്നാടൊക്കെ നല്ല മഴയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നിപ്പം മഴ കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ കാലാവസ്ഥ പൊതുവേ ഇന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇരുണ്ടിട്ടാണ് നിൽക്കുന്നത്, ഒരു ഡാർക്ക് സീനിലാണ് നിൽക്കുന്നത്. മഴ പെയ്യില്ലായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, കിടിലം വഴി. ഒരിടത്ത് പോലും മോശം റോഡില്ലെന്ന് പറയാം. എല്ലാ വഴിയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ടാർ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ്. തമിഴ്നാട് കയറിയ പിന്നെ ഒരു സ്ഥലത്തും, ഇപ്പോൾ ഉൾഗ്രാമം ആയിക്കോട്ടെ, നാഷണൽ ഹൈവേ ആയിക്കോട്ടെ, ഹൈവേ ആയിക്കോട്ടെ, എവിടെയാണെങ്കിൽ പോലും നമുക്ക് മോശം വഴികൾ ഒരിടത്തും തന്നെ കിട്ടിയിട്ടില്ല അല്ലെ? ഇപ്പൊ വന്ന വഴി അടിപൊളി വഴിയാണ്. 2 സൈഡിലായിട്ടും കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചോളത്തിന്റെയും അതോടൊപ്പം തന്നെ നിലക്കടലകള്, മറ്റെന്തൊക്കെയോ കൃഷികൾ നടക്കുന്നുണ്ട്. കുറെ സ്ഥലങ്ങൾ ഉഴുതിട്ടിട്ടുണ്ട് അല്ലെ? ഒരുപാട് സ്ഥലങ്ങൾ മഴയ്ക്കനുസരിച്ചാണ് ഇവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ. കാരണം പൊതുവേ തമിഴ്നാട്ടിൽ വെള്ളം കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ തൂത്തുക്കുടി എന്ന് പറയുന്നത് ശരിക്കും കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളത്തിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആശ്രയിച്ചിട്ടാണ് അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ആ വഴിയും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളൊക്കെ കണ്ട്, കാറ്റാടിപ്പാടങ്ങൾ, വരുന്ന വഴിയിലൊക്കെ ഒരുപാട് കാറ്റാടിപ്പാടങ്ങളല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും കാറ്റാടിപ്പാടമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് മഴയ്ക്ക് മുമ്പായിട്ട് കലുങ്കുമലൈ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തണം. നമ്മളങ്ങനെ ക്ഷേത്രത്തിനടുത്തെത്തി. ക്ഷേത്രം എന്ന് പറയുന്നത് വെട്ടുവൻ കോയിൽ കലുങ്കുമലൈ എന്നല്ല അല്ലേ? കഴുകുമലൈ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ കഴുകുമലൈ എന്നാണ്. നമുക്ക് കയറി വരുമ്പോഴത്തേനും ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ റോക്കറ്റ് ടെമ്പിളൊക്കെ കാണാൻ സാധിക്കും. പാറ തുരന്ന ശില്പങ്ങൾ കൊത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പോയി കാണാം. നമ്മൾ വരുന്ന വഴിയിൽ ആരോടെങ്കിലും ചോദിക്കണം, കാരണം ഇവിടെ ഒരു 3 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോക്കറ്റ് ടെമ്പിൾ ആദ്യം കാണുന്നെങ്കിൽ അത് ചോദിച്ചിട്ട് തന്നെ വരിക ഈ ഒരു സ്ഥലത്തേക്ക്. അതല്ല നമ്മൾ മുരുകക്ഷേത്രം കാണുന്നെങ്കിൽ അവിടെ പോയതിന് ശേഷം നമ്മളിവിടെ വരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മുരുകക്ഷേത്രത്തിനടുത്താണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് വരുന്ന ആൾക്കാരുടെ ഉചിതം പോലെ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഈ ഒരു സ്ഥലത്ത് എത്താനായിട്ട് ശ്രമിക്കുക. നമുക്കിനി ഒരുപാട് സമയം കളയാനില്ല, കാരണം നല്ല മഴക്കാറുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആ റോക്കറ്റ് ടെമ്പിളിൻ്റെ അടുത്ത് എത്തണം. അവിടുത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കല്ലിൽ തന്നെ കൊത്തിയിരിക്കുന്ന സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പിടിച്ചു പോകാനുള്ള കമ്പികളൊക്കെ ഇവിടെ പിടിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിഷിംഗ് ഒക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോളിഷിംഗ് ആണ്. പോളിഷിംഗ് മെഷീനൊക്കെ ഇതായിരിക്കുന്നു. അവിടെ പോളിഷിംഗ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കുറേ വഴികളുണ്ടല്ലോ, ഇതിലെല്ലാം വഴിയുണ്ടല്ലോ. ഇപ്പോൾ ഇതിലേ പോവോ? നമുക്ക് എന്തായാലും ഓരോന്നേരം അപ്പോൾ ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഈ വഴി പോകാം. വന്നതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് രണ്ടാമത് പോകാം. അല്ല, ആദ്യം ഇങ്ങോട്ട് പോകണോ? ജൈൻ ദർശൻ കണ്ടിട്ടാണോ ഇനി അങ്ങോട്ട് പോകുന്നത് അറിയില്ല. എന്തായാലും നമ്മൾ ആദ്യം വിചാരിച്ചത് വഴി ഇതാണ്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ പോട്ടെ. എന്തായാലും നമുക്ക് രണ്ടാമതാണെങ്കിലും കാണാമല്ലോ. അത് ഇവിടെ എല്ലാം ഇതുപോലെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുഖമായിട്ട് കയറി പോകാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ആൻഡോ സന്തോഷമായില്ലേ? സന്തോഷമായി. നമ്മളങ്ങനെ പിന്നെയും വീണ്ടും മല പാറയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കാണേണ്ട ഒരു സംഭവം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ ഓടി വന്ന് ഈ ഒരു ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഈ ജെയിൻ മോണുമെൻറ്റ് നമ്മൾ കാണാനെത്തിയത്. പക്ഷേ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം അടിപൊളിയായിട്ട് തോന്നി. ആ പിക്ചറാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത് അല്ലേ എൻ്റെ? അത് ഇവിടെ സൗത്ത് ഇന്ത്യസ് എല്ലോറ എന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യസ് എല്ലോറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്നുള്ള എല്ലോറയുടെ സമാനമായ എല്ലാ രീതിയും കാണണമല്ലോ, അല്ലാണ്ട് ഇപ്പോൾ അതിനങ്ങനെ വിളിക്കില്ലല്ലോ. അതെ, മിസ്സാകാൻ പാടില്ല. എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടിട്ട് പോയില്ലെങ്കിൽ എന്തായാലും നഷ്ടമാകും. മധുരയിലെ ഒരുമാതിരിപ്പെട്ട മിക്ക ജെയിൻ മോണുമെൻറ്റും നമ്മൾ കവർ ചെയ്തു. എല്ലാ കുന്നും മല കയറി. അതെ. തൂത്തുക്കുടിയിൽ വന്നിട്ട് ഒരു മല കയറിയില്ലെങ്കിൽ ഒരു സങ്കടം മനസ്സിന്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ആ ഒരു കല്ലിൽ കടഞ്ഞെടുത്തിരിക്കുന്ന ശില്പങ്ങൾ കടഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താം. അടിപൊളി. ഇവിടെ എല്ലാം ഗ്രില്ലിട്ട് തിരിച്ചേക്കുമല്ലോ, പൂട്ടിയിട്ടേക്കുമല്ലോ. ഇതൊക്കെ ആര് തുറക്കാൻ പറ്റും? പൂട്ടിയിട്ടില്ലേ? വാ, അടിപൊളി കേട്ടോ. നോക്കിയേ, കലുങ്കുമലൈ എന്നറിയപ്പെടുന്ന ഗ്രാമം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ഫുള്ളായിട്ടും കാണാം. കുറച്ചുകൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തൂത്തുക്കുടി വരെ കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് കാറ്റാടിപ്പാടങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം കേട്ടോ ഇങ്ങനെ കാറ്റാടിപ്പാടങ്ങളാണ്. കുറേ എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ എണ്ണം വർക്ക് ചെയ്യുന്നില്ല. കൊള്ളാല്ലേ? ഈ ഇതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ മത് കണ്ട. എന്നാൽ തുറന്നു, ധൈര്യമായിട്ട് തുറന്നു കയറിക്കോ. അത്യാവശ്യക്കാർ വരുന്നവർക്ക് തുറന്നു കയറാൻ വേണ്ടിയിരിക്കും. എൻ്റെ പൊന്നെ, ഒറ്റ പാറയിലാണ് ഇത് കൊത്തിയിരിക്കുന്നത്. ഇവിടെയെല്ലാം ശില്പങ്ങളിങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായേനെ. ഇത് ഏകദേശം 7.5 മീറ്റർ താഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത്. അതല്ലേ? മുകളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് ഏറ്റവും അടിയിലാവുമ്പോഴല്ലോ അത് അത്ര ഫിനിഷിംഗ് ഇല്ല. അപ്പോഴേക്കും ചിലപ്പോൾ ഒരു പക്ഷെ നിന്ന് പോയിട്ടായിരിക്കാം. അതെ. അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട്. അത് നമുക്കിവിടെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ ക്യാമറയിൽ ഒരു പരിധി വരെയൊക്കെ ആയിരിക്കും താഴ്ച തോന്നുന്നത്. നേരിട്ട് നോക്കുമ്പോൾ നല്ല താഴ്ചയാണ്. ഒരു കിണറിനകത്തേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ താഴേക്ക് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണാം. ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കറങ്ങി നോക്കാം. കുറച്ച് ചുറ്റി കറങ്ങിയാൽ ഇതിൻ്റെ ആ താഴ്ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേനും തന്നെ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ? ആ ഒരു ഇംഗ്ലീഷിലും തമിഴിലും ഉണ്ട്. എന്നാ ഭംഗിയായിട്ടാണ് നോക്കി ഇവിടെ കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കിനി പതുക്കെ ഇതിലെ താഴേക്ക് ഇറങ്ങാം. ഇതിൽ താഴേക്ക് ഇറങ്ങാൻ പറ്റുമല്ലേ? ഈശ്വര, ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ വഴി മാറിപ്പോയി. ഈ സൈഡിൽ കൂടെ തന്നെ വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. നമ്മളങ്ങനെ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും താഴേക്കൊരു പടവുകൾ കാണാൻ സാധിക്കും. ഈ പടവുകളെല്ലാം ചവിട്ടി താഴേക്ക് എത്തുമ്പോഴാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. വരുന്ന വഴിയിൽ തന്നെ നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും, പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് എന്നൊക്കെ എഴുതി. കുറച്ചുകൂടെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താം. അപ്പോൾ നമുക്കിനി നേരെ താഴേക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ ഒരു ക്ഷേത്രം കാണാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്ത് വന്ന് നിന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ക്ഷേത്രം പണി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം, പക്ഷേ എന്നാലും വ്യക്തമായിട്ട് താഴെ എത്തിക്കഴിയുമ്പോൾ കറക്റ്റ് നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇപ്പം നിലവിൽ നമുക്ക് പ്രവേശനമില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. ഏതെങ്കിലും പൂജയുള്ള സമയങ്ങളിലായിരിക്കും മെയിനായിട്ട് അത് തുറക്കുന്നത്. അതിനകത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഗ്രില്ലിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ക്യാമറയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നില്ല, ലൈറ്റ് കുറവാണ് അങ്ങോട്ട്. എന്തായാലും ഇങ്ങനെ സ്റ്റെപ്പുകളുള്ളതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കയറാം. പിന്നെ ഈ കമ്പിയെ പിടിച്ച് കയറാൻ പറ്റും. ഇവിടെയൊക്കെ ശില്പങ്ങൾ കറക്റ്റായിട്ടുണ്ട്. പക്ഷെ അവിടെയും ബാക്കി ഇട്ടുണ്ട്, അവിടെ പണിയാൻ ബാക്കി അവർ കംപ്ലീറ്റ് ആയിട്ടില്ല.
ഒരു അത്ഭുതം തന്നെ അല്ലേ, ഒരു പാറയടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കട ഇവിടെ ശരിക്കും ശില്പങ്ങൾ വരാനുള്ളതാ, ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്. അതെ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം അവര് കൊത്താൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതായിരിക്കും. മോളിൽ ഇങ്ങനെ കൊത്തി വന്ന് പെർഫെക്ഷനോടെ വന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഭാഗമായപ്പോ എന്തോ സംഭവിച്ചു, സാഹചര്യം കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു നിർമ്മിതി, ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. വേറെ ശരിക്കും ആ ഡോമിന്റെ കറക്റ്റ് അടിയിലായിരിക്കും ആ റൂം ഉണ്ടായിരിക്കും. അതെ ആ ഒരു ഡോമിന്റെ കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കും മിക്കവാറും പ്രതിഷ്ഠ. അത് റൂമാണ്, ഇതിനകത്ത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. എന്തായാലും കൊള്ളാം, ഇതിന് ചുറ്റും നടക്കാം നമുക്ക്. അത് പോയല്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ കൈയൊക്കെ പോയിട്ടുണ്ട്, പല ഭാഗങ്ങളിലായിട്ട് കല്ലുകളൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എന്തോ പരിപാടി ചെയ്യാൻ വേണ്ടി ഇരുന്നായിരിക്കും. ഓക്കെ അപ്പോൾ അതെന്തായാലും നടന്നിട്ടില്ല. കലുങ്കുമലൈ വെട്ടുവൻ കോവിൽ, തലകീഴായ ക്ഷേത്രം. തമിഴ്നാട്ടിലെ അത്ഭുതകരമായ വാസ്തുവിദ്യയുടെയും നിർമ്മാണ രീതിയുടെയും മകുടോദാഹരണമാണ് കലുങ്കുമല വേട്ടുവൻ ക്ഷേത്രം. തൂത്തുക്കുടി ജില്ലയിൽ നിന്നും കലുങ്കുമലൈ എന്ന ഗ്രാമത്തിലാണ് കലുങ്കുമലൈ വേട്ടുവൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കലുങ്കുമലൈ ഗ്രാമത്തെ ചുറ്റി മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ഒരു ജെയിൻ മോണുമെന്റും ഉൾപ്പെടുന്നു. AD 800 പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്ത് ക്ഷേത്രത്തിന്റെ ദ്രാവിഡ വാസ്തുവിദ്യ ശൈലി ഉപയോഗിച്ചാണ് ഗുഹാക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഒരു ക്ഷേത്രം അല്ലെങ്കിൽ വീട്, കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അടിത്തറ താഴെ നിന്ന് മുകളിലേക്ക് കെട്ടിപ്പൊക്കുന്നു. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്, ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ഇതിന് സമാനമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ എല്ലോറ ഗുഹകളാണ്. 7.5 മീറ്റർ അല്ലെങ്കിൽ 25 അടി ആഴത്തിൽ ചതുരാകൃതിയിലുള്ള ഭാഗത്ത് ഒറ്റപ്പാറയിൽ നിന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കലുങ്കുമലൈ ഗുഹാക്ഷേത്രത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, നന്ദി എന്നിങ്ങനെ ഒട്ടേറെ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ഷേത്രവുമായി 1-2 ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് കലുങ്കുമലയുടെ താഴ്വരയിൽ ക്ഷേത്രം പണിയാൻ ഒരു ശില്പിയെ നിയോഗിക്കുന്നു. ക്ഷേത്രം പണിയുന്നതിനിടയിൽ അച്ഛനും മകനും തമ്മിൽ വാസ്തുശൈലിയെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. അതിന് പ്രധാന കാരണം അച്ഛനേക്കാൾ നല്ല ശില്പി മകനാണെന്ന് പറയപ്പെട്ടു തുടങ്ങി. ഈ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്ത് കൊത്തിയിരിക്കുന്ന ശില്പങ്ങൾ മകനാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ രോഷാകുലനായ അച്ഛൻ ശില്പി തന്റെ മകനെ ഉളി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ പണി മുഴുവനാകാതെ പോയതെന്ന് കരുതപ്പെടുന്നു. ഇതാണ് ഒരു ഐതിഹ്യമായി പറയപ്പെടുന്നത്. ഈ ഒരു കഥ നമ്മുടെ പെരുന്തച്ഛനുമായിട്ട് സാമ്യം തോന്നിയേക്കാം. രണ്ടാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ജൈന തപസ്സികൾ അറിയാതെ ശിവക്ഷേത്രം പണിയാനെത്തിയ ശില്പികളെ ക്ഷേത്ര നിർമ്മാണത്തിനിടയെ കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ജെയിൻ മോണുമെന്റും സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ 2 ഐതിഹ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ കലുങ്കുമലൈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകൾ പരപ്പിൽ നിന്ന് നോക്കിയാൽ പാതി വിരിഞ്ഞ ഒരു കൽത്താമരയാണെന്ന് തോന്നും. നമ്മളങ്ങനെ അവിടുന്ന് ആ ഒരു ശില്പമൊക്കെ കൊത്തിയിരിക്കുന്ന ആ ഒരു ഒറ്റ പാറയിൽ കൊത്തിയിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് കയറുകയാണ്. മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി. കുറച്ചുകൂടെ മഴ കുറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലേക്കും കൂടെ ഒന്ന് പോകണമെന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇനി നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് ഇനി ഇതിലെ വഴി 2 വഴിയുണ്ടല്ലേ. ഇതുകൊണ്ട് ആ കാണുന്ന അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നെങ്കിൽ ഇതിലെ താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ വട്ടം കറങ്ങി മുകളിലേക്ക് കയറാം. ഏറ്റവും ടോപ്പ് അതാണ്, അതിൻ്റെ ഏറ്റവും ടോപ്പ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൗണും കാണാൻ സാധിക്കും അല്ലേ. ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഒരു 360 ഡിഗ്രിയിൽ അടിപൊളി ഒരു സംഭവം കിട്ടും തോന്നുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. ചെറിയ രീതിയിൽ മഴയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചെറിയ തൂളലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര പ്രശ്നം കാണാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും നമുക്കെന്നാൽ ഈ വഴിക്ക് പോകാം. അതിലേയും പോകാം ഇതിലേയും പോകാം. 2 വഴിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വഴി ചൂസ് ചെയ്ത് അതിലേ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറട്ടെ. മുകളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നടന്നു പോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ കമ്പിയൊക്കെ ഉള്ളതുകൊണ്ട് വയസ്സായ ആൾക്കാർക്കൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറാൻ സാധിക്കും. ഇനി പേടി തോന്നേണ്ട കാര്യമില്ല അല്ലേ ആൻഡോ? പേടിക്കേണ്ട കാര്യമില്ല. കാരണം സിമ്പിളായിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴെ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് അവസ്ഥ അറിയില്ല. അതെ അതെ അതെ, എല്ലായിടത്തും കമ്പി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ മുകളിലേക്ക് കയറാം. ഇനിയിപ്പോൾ ഇതിലിങ്ങനെ നടന്ന് വേണം അതിൻ്റെ ടോപ്പിലേക്ക് കയറാനായിട്ട്. ഇതിപ്പം താഴെ പോകുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അടിയിൽ പിടുത്തമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നോക്കി എൻ്റെ പൊന്ന് നോക്കിക്കടേ,
ഗ്യാപ്പ് നല്ല ഗ്യാപ്പുണ്ട്. ഇത്രയും വലിയ പാറ നിങ്ങളെ കൈയിട്ട് നോക്കിയാൽ നിങ്ങളുടെ കൈ കിടക്കും. കാര്യം പറഞ്ഞത് അല്ല, കാണാലോ നമുക്ക് ഫുള്ള് കണ്ടിട്ടിരിക്കണേ. ആ ഒരു കുറച്ച് ഭാഗത്തേ ഉള്ളൂ കേട്ടോ പിടുത്തത്തുമ്മയാണ് ഈ സാധനം നിൽക്കുന്നത്. അടിപൊളി. നമ്മൾ അവിടെ കണ്ടതൊന്നും അല്ല ദാസ. ഇനി ഇതാണ് സംഭവം. ആ ഒരു ഒറ്റ ഭാഗത്തല്ല അത് പിടിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലേ? ചെറിയൊരു പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ അങ്ങോട്ട് സ്ലോപ്പ്, ഇത്ര ഭീമാകാരമായ കല്ല്. എന്നാലും ഈ ഒരു കല്ല് അത്ഭുതമായി കേട്ടോ നമുക്ക്. ബാ ഇനി മുകളിൽ കയറാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇത് രണ്ടാമത് കോൺക്രീറ്റ് ചെയ്തേക്കാൻ നോക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മളങ്ങനെ ആ പാറയൊക്കെ കണ്ടതിന് ശേഷം നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇരുവശങ്ങളിലായിട്ട് പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്തായാലും വേനൽക്കാലത്തൊക്കെ നടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് കടുത്ത ചൂടിൽ നിന്ന് രക്ഷിക്കാൻ ഈ വൃക്ഷങ്ങൾക്ക് സാധിക്കും. പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് അധികം പഴക്കമില്ലാത്ത ഒരു ക്ഷേത്രമാണ്. ചെന്നിയമ്മൻ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ തൊട്ട് ബാക്കിലായിട്ട് പാറ നിൽക്കുന്നത്. ഇത് ജെയിൻ മോണുമെൻറ്റിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. തൊട്ട് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാറയിൽ കൊത്തിയിരിക്കുന്ന ശില്പങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയും ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിലവിൽ അങ്ങോട്ട് പ്രവേശനമില്ല, എന്താ ക്ലോസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറാൻ സാധിക്കില്ല. ഈ വഴി ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോകാമായിരുന്നു. പക്ഷേ നിലവിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. തിരിച്ച് നമ്മൾ ഇനി ഈ വഴി അങ്ങനെ താഴേക്ക് ഇറങ്ങാൻ സാധിക്കും. ഉച്ച കഴിയുമ്പോൾ ഇത് തുറക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇവിടെ എല്ലാം കുത്തുപണി ഉണ്ട് കേട്ടോ, നോക്കിയേ അല്ലേ? ഇതിലൂടെ ഒന്ന് കയറി പോയി നോക്കാം. അടിപൊളി. വട്ടെഴുത്തൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. കേട്ടോ, ഇതെല്ലാം ശില്പങ്ങൾ ഒത്തിരിക്കുന്ന. ഇതാണ് ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം വന്നതോടുകൂടി ജെയിൻ മോണുമെൻറ്റിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടതായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറിയ ആ റോക്ക് കട്ട് ടെമ്പിളിൻ്റെ ആ ഒരു ഡോം അവിടെ കാണാൻ സാധിക്കും. ഡോമാണ് പൊങ്ങി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് എഴുതിയിരിക്കുന്ന തമിഴിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ബോർഡ് നമുക്കിവിടെ കാണാം. അടിപൊളി ഭംഗിയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അല്ലേ? എത്രയോ കിലോമീറ്ററുകളാണല്ലേ കാണുന്നത്. ഒരുപാട് കിലോമീറ്ററുകൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അങ്ങോട്ടെല്ലാം കൃഷിയിടങ്ങളാണ്, കൃഷിപ്പാടങ്ങളാണ്. ഫുള്ളും കൃഷിയാണ്. അവിടെ വേറെ വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. നടുക്കൂടെ റോഡ് പോകുന്നുണ്ട്, അതല്ലാതെ ഒന്നുമില്ല. ഈ ഒരു സൈഡിലേക്കാണ് മെയിനായിട്ടും വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതെ, മഴക്കാറുള്ളതുകൊണ്ടാണ് നമുക്ക് അധികം ദൂരം കാണാൻ സാധിക്കാതെ. മഴക്കാർ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയിലൂടെ എടുക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും കൊള്ളാം, ഒരു അത്ഭുത നിർമ്മിതി അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതേ നമ്മളിനി തിരിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു കാരണവശാലും പാറ കയറാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെയുണ്ട് ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാറ ഫുള്ളും കൊത്തിവെച്ചിരിക്കുക. എന്തായാലും നിലവിൽ അതെല്ലാം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലോക്കൊക്കെ ചെയ്ത് ഫെൻസിങ്ങൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് അവർ കൊണ്ടുനടക്കുന്നുണ്ട്. ഇതൊക്കെ എന്നാ ഭീമാകരമായ പാറയെന്ന് നോക്കി എൻ്റെ അമ്മേ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അതിൻ്റെ സൂക്ഷിച്ച് പറഞ്ഞേ, ചെറിയൊരു വഴുക്കിലിവിടെ കാണും. ഇതിലെ വഴിയുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ്. എങ്കിൽ ഇത് പിടിപ്പിച്ച് തന്നായി കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടിയാണ് കേട്ടോ. നോക്കി നല്ല താഴ്ച, പണി കിട്ടും. ഇത് ഒന്ന് എന്തായാലും അടിപൊളിയായി പിടിച്ചിറങ്ങാൻ പറ്റും ആൾക്കാർക്ക്. വാ, ഇവിടെ ഒരു ചെറിയ ഗുഹയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ അതേക്ക്. അടിപൊളി. എല്ലാം ചപ്പിയവറ് വാരിയിട്ടത്. ഇതാണ് ആൾക്കാർ വന്നു കഴിഞ്ഞാലത്തെ പ്രധാന പ്രശ്നം. ഇതാണ് ഇങ്ങനെയുള്ള കുപ്പിയും വേസ്റ്റും എല്ലാം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോകും. പിന്നെ എങ്ങനെ ഗവൺമെൻറ് ഇത് പൂട്ടിയിടാതിരിക്കുന്നത്? സ്റ്റെപ്പുകളുണ്ട്. ഇതുപോലെ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ താഴേക്ക് പിടിച്ചിറങ്ങാം. ഇതിലെ മുകളിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇതിലാണ് നമ്മൾ ആദ്യം അവിടെ നിന്ന് വരാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ആൻ്റെ പറഞ്ഞു അതിലേ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്രമൊക്കെ കണ്ട് ഇതിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ വഴിക്ക് ഇറങ്ങാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. നമുക്ക് കുറച്ച് മുകളിലേക്ക് കൂടെ കയറാം. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ നല്ലൊരു ആൽമരത്തിൻ്റെ വീട്ടിലേക്കുന്നത്. ഇനി അതല്ലെങ്കിൽ തന്നെ ഇവിടെ ഗുഹയുണ്ട്. ഗുഹയ്ക്കകത്തേക്ക് കയറുന്ന യമണ്ട ഗുഹയല്ല, ആരാണ്ട് കുട വെച്ചേക്കുന്ന പോലെ ഒരു ഗുഹയുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ കൊള്ളില്ല. എന്തായാലും ഒരുപോലെ മഴ കൊള്ളില്ല. അടിപൊളി ആൽമരം, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഹൈറ്റ് കുറഞ്ഞു വന്നിരിക്കുക. ഇനിയിപ്പോൾ നല്ല ഹൈറ്റുള്ളവർക്കത്തെ പിടിക്കാൻ പറ്റുള്ളൂ. സെറ്റല്ലേ? മഴ നനയില്ല, നല്ല കാറ്റും മഴയും നനയില്ല. സത്യം നോക്കി
എന്താ പൊന്നെ ഇതൊക്കെ ഒരു സംഭവം കേട്ടോ അല്ലേ. ഇവിടെ ശരിക്കും അവരൊരു കമ്പി വെക്കണ്ടായിരുന്നു, ശരിക്കും ഇവിടെ തിരിക്കണ്ടായിരുന്നു. കമ്പി വെച്ച് തിരിച്ചിരുന്നെങ്കിലേ ഇവിടെ അങ്ങനെ വെച്ചാലും മതിയായിരുന്നു. എന്നാലും അടുത്ത ബഡ്ജറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ നമ്മൾ അതെ 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 അങ്ങനെ എൻ്റെ അമ്മ പേടി. എനിക്കിതിലെ ഇവിടെ നടക്കുമ്പോൾ കാലൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധനം ഇല്ലെങ്കിൽ അതെ 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 ഇത് ഇല്ലെങ്കിൽ പണി കിട്ടിയാനേ. ഒരു രക്ഷയില്ല. നമ്മൾ യാനിമല അതെ അതെ യാനിമല കയറിയ പോലെയാവും അവസാനം. വർണ്ണ നിറത്തില എല്ലാ വീടുകളും. എനിക്ക് ഇവിടെയും പച്ച മഞ്ഞ നീല വെള്ള എന്തെങ്കിലും വെറൈറ്റി കളറുകൾ വേറെ വല്ലതും ഉണ്ടില്ല. എനിക്കൊന്ന് പെയിന്റ് പരസ്യക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാലേ പൊരിക്കും. കാരണം എല്ലാ കളറിലുള്ള വീടുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ആ കാറ്റാടിപ്പാടമൊക്കെ ഒക്കെ നല്ല രസം ഇവിടെ നോക്കി കഴിയുമ്പോൾ കാണാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ, കിടില സ്ഥലം. വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ. എൻ്റെ അമ്മേ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ പേടിയാവും. പാറയുടെ നിപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നേ. എന്തായാലും മറിഞ്ഞ് വീടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ധൈര്യമുണ്ട്. പിന്നെ ഇതും ഈ ഒരു കമ്പിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും നിൽക്കുന്നു. ഇതൊക്കെ റീസെന്റ് വെച്ചേക്കണം. അതെ അതെ അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റോക്കറ്റ് ടെമ്പിളാണ് അവിടെ അല്ലേ. അമേസിങ്. ഇത് എങ്ങനെ കട്ട് ചെയ്തതെന്നാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്. അന്നത്തെ ആ ഒരു സംഭവം അന്നത്തെ കാലത്ത് ഒരു ടൂൾസ് പോലും അതെ അതെ ഇത്രയും അഡ്വാൻസ്ഡ് ടൂൾസ് ഇല്ല. ആ കൊത്തിന്റെ ഒക്കെ പെർഫെക്ഷൻ എന്താ 8th സെഞ്ചുറി സംഭവം തന്നെ. വേറെ ലെവൽ സാധനങ്ങൾ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ. ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഗൂഗിളിൽ ഒരു ഫോട്ടോ ആണ് ഇവിടെ. ആ ഒറ്റ ഫോട്ടോയിലാണ് ആൻ്റെ പറഞ്ഞു ഒരു കിടില സ്ഥലമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞതാ. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ ഇങ്ങനെയുണ്ടായിരുന്നു. കിടിലായി. ആ ഫോട്ടോ എന്നെ കൂടെ കാണിച്ചു. ആദ്യം എനിക്ക് അത്ര അത് തോന്നിയില്ല. ഇനിയിപ്പം അത് കഴിഞ്ഞ് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേനും അത് ഒരു അമേസിംഗ് ആയിട്ട് തോന്നി. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. സൗത്ത് ഇന്ത്യ സെല്ലോറാന്ന് വെറുതെ അല്ല പറയുന്നത്. ഒരു ചെറിയൊരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് കുറച്ചുകൂടി ടൈം കിട്ടി പാറ മൊത്തം ചെയ്തേനെ. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി. നിങ്ങൾ എന്തായാലും പറഞ്ഞു തൂത്തുക്കുടി വരുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ തിരുനെൽവേലിയൊക്കെ 20-25 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ദൂരത്ത് നിന്ന്. അപ്പോൾ തിരുനെൽവേലി വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ എന്തായാലും വരിക, ഈ ഒരു സ്ഥലം കൂടെ വന്ന് കാണാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള മഹാ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കും. കാരണം ഇനി ഒരിക്കൽ പോലും ചോദിച്ചാൽ അല്ലേ എവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഓൺ ദ സ്പോട്ടിൽ പറയാനായിട്ട് സാധിക്കും. ഈ ജെയിൻ മോണുമെന്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങളും വട്ടെഴുത്തുകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ. അതൊക്കെ ഒരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ജെയിൻ മോണുമെന്റ് ഉള്ള കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കണേ. അതെ 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 അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ അത് ശരിയാണ്. ഈ ജെയിൻ മോണുമെന്റ് ഉള്ളതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും ഇപ്പോഴും അതൊക്കെ ഇതുപോലെ കമ്പിയൊക്കെ കെട്ടി ഗ്രില്ലൊക്കെ ഇട്ട് അവർ തിരിച്ച് അല്ലെ ഫെൻസിംഗ് പോലും അത് പൊളിക്കാത്തതിന്റെ റീസൺ എനിക്ക് തോന്നുന്നതാണ്. അതിന്റെ തൊട്ട് താഴെ ഫുള്ള് കോറികളാണ്. അതെ ഫുള്ള് കോറികളാണ്. ഇതുപോലെ പാറകളൊക്കെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രാനൈറ്റ് കോറികളും നമ്മൾ അരിട്ടാപ്പെട്ടിയൊക്കെ ഫുള്ളും അതിന് ചുറ്റും ഗ്രാനൈറ്റ് കോറികളാണ്. പക്ഷെ ഇത് സർക്കാരിന്റെ അണ്ടറിലായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും കീഴിലായതുകൊണ്ടാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ് അല്ലെ. അതെ അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അതെ 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 അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് പതുക്കെ മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് താഴേക്ക് വന്ന് ഒരു മുരുകൻ ടെമ്പിളും കൂടെ ഉണ്ടല്ലോ ഇവിടെ, മുരുകൻ ടെമ്പിൾ. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. പുറം കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ എന്തായാലും നമുക്കിനി പതുക്കെ മുകളിലേക്ക് കയറാം. എൻ്റെ പിന്നെ അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട് കേട്ടോ. കറുത്ത് കിടക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല താഴ്ച ഉണ്ടെന്ന്. വെള്ളം കോരി കളയണം മുഴുവനും. 2 ദിവസം കൊണ്ട് തീരുവാൻ ശ്രമിച്ചത് നിങ്ങൾ മിക്കവാറും വലിയൊരു മിക്കവാറേ ഒരു 1 അല്ലെങ്കിൽ 2 HP മോട്ടറായിട്ട് വന്ന് ചിലപ്പോൾ നടന്നിരിക്കും ഒരു ദിവസം കൊണ്ട്. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. എന്തായാലും കൊള്ളാം. അതെ അതെ എന്തായാലും കറക്റ്റ് ഈ പാറയുടെ ഇടുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം നല്ല വെള്ളമായിരിക്കും. മാലിന്യങ്ങളൊന്നും നിറഞ്ഞതാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒരുപാട് വൈകി നമുക്കിനി മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. ആൻഡോ തലയിടിക്കണ്ട. എൻ്റെ തല എന്തായാലും ഇടിക്കില്ല ഇല്ലേ. കറക്റ്റാണ്. അവർ വെച്ചേക്കുന്ന കറക്റ്റാ. അവർ വെച്ചേക്കുന്നതാണോ ഇത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടതാണോ എന്നൊന്നും അറിയില്ല. ആവാം. നമ്മളങ്ങനെ തിരിച്ചു വന്നു. ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയത്. ഇനി നമ്മൾ നേരെ തിരിച്ചതേ ഇതിലേ വന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറണം. അൻ റെഡിയാണോ? നഗരിക്കോ ചാരി നിൽക്കുമല്ലേ റെസ്റ്റൊക്കെ എടുത്ത്. ഇത് കല്ലുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഈ അടുത്ത റീസെന്റ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ. ഒരുപാട് കാലമൊന്നും ആകാൻ വഴിയില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്നെ ധൈര്യമായിട്ട് കയറിക്കോ. പോട്ടെ
മല കയറിയിട്ട് കുറേ ദിവസമായില്ലേ? അതെ. അതിനൊരു തീരുമാനമായില്ലേ? മോനെ അടിപൊളി. ഹായ്, ഈ ആൽമരത്തിൻ്റെ മുകളിലായല്ലോ നമ്മളിപ്പം. ആൽമരത്തേക്ക് ഹൈറ്റ് വെച്ചു. ബാ കുറച്ചുകൂടെ മുകളിലേക്ക് കയറാം. എനിക്ക് തോന്നുന്നു മുകളിൽ കയറുമ്പോൾ ചിലപ്പോൾ ക്ഷേത്രം മുഴുവനായിട്ട് കാണാൻ പറ്റും തോന്നണേ. താഴേക്കല്ലേ? നോക്കാം. കയറിക്കോ, പതുക്കെ കയറിക്കോ. ആലോചിച്ച് നോക്കി, ഈ പാറയിൽ കമ്പി ഇല്ലെങ്കിലത്തെ അവസ്ഥ. എൻ്റെ പിന്നെ ഞാനെന്നാ ഞാനിമല കയറിയ പോലെയാകും. കോമഡിയോ? ഇപ്പത്തന്നെ ശരിക്കും എനിക്ക് ഈ കമ്പി ഉണ്ടായിട്ട് മുകളിലേക്ക് കയറാൻ പേടിയാവുന്നുണ്ട്. അന്ന് ഞാൻ എങ്ങനെയൊക്കെയോ അതിന്റെ മുകളിൽ വലിഞ്ഞു കയറി. മനസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ തോന്നിട്ടായിരിക്കും. കമ്പി ഉള്ളതുകൊണ്ട് സുഖമായിട്ടും കയറി പോവാ, നെഞ്ചും പിരിച്ച്. അന്ന് എന്തായിരുന്നു ഈ കമ്പിയില്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പേടിയുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഒന്ന് നിന്നോട്ടെ. ഇതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ കമ്പി ഇല്ലെങ്കിലത്തെ ഒരു അവസ്ഥ. താഴേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടുമല്ല. വാവ്, ഉയരം കൂടും തോറും കാഴ്ചയുടെ ഭംഗിയും കൂടി വരികയാണ് അല്ലേ? എൻ്റെ കാഴ്ചയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, കുറച്ചുകൂടി വെയിലുണ്ടെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ നമ്മളെ കയറാൻ പറ്റില്ല കേട്ടോ. അതെ അതെ, കാലാവസ്ഥ നമ്മളെ ചതിച്ചു. പക്ഷെ കയറാനതിന് നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥയാണ്. ജോഷി ജയിച്ച ആശാനെ, ജോഷി നമ്മളെ ജയിച്ചു. പോട്ടെ കണ്ടോ, സ്പീഡിൽ ചവിട്ടി കയറിക്കോ, മടുപ്പൊന്നും നോക്കണ്ട. ഞാൻ കയറി വരുന്ന പോലെ ഓടിച്ചാടി കയറുവാ. ഇതിനൊരു അന്ത്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയുണ്ടല്ലോ ദൈവമേ ഒരുപാട്. അമ്മേ, എന്നെ കൊണ്ട് പറ്റുന്നൊന്നുമില്ല ഷാജേട്ടാ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, ഈ പാറ വലിയ പാറയായിരുന്നു. താഴെ നിന്ന് നോക്കിയപ്പോൾ സിമ്പിളായിട്ട് കയറാമെന്ന് വിചാരിച്ചതാ. എൻ്റെ എവിടെയെങ്കിലും ചാരി കിടന്നു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് കയറാം. കുറേ കാലം മല കയറാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ എല്ലാം തീർന്നു. ഞാൻ തന്നെ അറിയോ, കുറച്ച് ഫാസ്റ്റായിട്ട് കയറി പോന്നു. അതാ പറ്റിപ്പോയേ. കാരണം വർക്കൗട്ട് ചെയ്യാതെ നമ്മൾ കയറിയതാ പറ്റിപ്പോയേ. നമ്മൾ ഡെയിലി മല കയറിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല. ഇപ്പോൾ ആ സമയത്ത് മധുര ആയിരുന്നപ്പോൾ നമ്മൾ സ്ഥിരം മല കയറുമായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ പിന്നെ മല കയറുക, രാവിലെ എണീക്കുക, മല കയറുക. പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല. ഇപ്പോൾ ഒരുപാട് ദിവസമായി, ഒരു 10-20 ദിവസത്തോളമായി മലയുടെ മുകളിൽ കയറിയിട്ട്. പിന്നെ അത് തന്നെയല്ല, കുറച്ച് ദൂരങ്ങളൊക്കെ നമ്മൾ നടക്കുന്നുള്ളൂ. പെട്ടെന്ന് കയറിയപ്പോഴത്തേനും കിതച്ചുപോയി. ആദ്യത്തെ ആ പോക്കൊക്കെ കണ്ടപ്പോൾ ആൻ്റെ വിചാരിച്ചല്ലേ, എത്തി കാണുന്ന വിചാരിച്ചല്ലേ. ഞാനിവിടെ വന്ന് ചാരി ഇരിക്കുക. എൻ്റെ ആൻ്റെ ഇനി പതുക്കെ ഞാൻ കയറുന്നുള്ളൂ. എൻ്റെ അമ്മച്ചിയാണ്. ഓടിപ്പോയ പണിവാളും. ഓടിപ്പോയ പണിവാളും. ഞാനത് ഓടി കയറാൻ നോക്കി, നടന്നില്ല കേട്ടോ. അല്ല, കുറച്ച് അത്ര ഉള്ളതെന്ന് കുഴപ്പമില്ല. എന്തായാലും അടിപൊളി. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, കിടു. കാറ്റും കൂടെ അടിച്ചപ്പോൾ ഉണ്ടല്ലോ, ആ കിതപ്പം പോയി, മനസ്സിന് വലിയ സന്തോഷമായി. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഇതിൻ്റെ ടോപ്പിലെത്തിയല്ലോ. ഈ എൻഡ് വരെ അവർ കൈവരി വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ആൾക്കാർക്കെല്ലാം വരാം. വാ, ആരണ്ടൊക്കെ മുകളുണ്ടല്ലോ. അമ്മേ, അതെവിടെ ഒരു കുളമുണ്ട് കേട്ടോ. കുളമല്ല, ഒരു കുഴി. ഇതധികം ആഴമില്ല. അവിടെ പാറക്കല്ലൊക്കെ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഒരാൾ പൊക്കം കാണുമായിരിക്കും. ബാബാ, അമ്മേ, നമ്മളെപ്പോലെ ഏതോ ആൾക്കാരതേ മല കയറി വന്നിട്ടുണ്ട്. ആൻറ്റോ, നമ്മളെ കിടത്തി വെട്ടി. നടക്കണേ. വേണ്ടേ? ഞങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാരല്ലേ കേരള, അപ്പോൾ പറവല്ലേ? നിങ്ങളിവിടെ അടുത്ത് തന്നെയാണോ വീട്? ഇങ്ങനെ. ശരി ശരി ശരി, ഓക്കെ പക്കള. ഓക്കെ, അടിപൊളി. ഡേഞ്ചർ ആൻറ്റോ. അങ്ങോട്ട് പോകണ്ട. അതുകൊണ്ട് വാവ്, യാ മോനെ, നമ്മളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതിന് മുകളിൽ ഇനിയുണ്ടോ വഴി? ഞാനില്ല കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോ. കത്തിക്കാനുള്ള വഴിയാ. രാത്രിയിലായിരുന്നു കയറിയിട്ട് ദീപം കത്തിക്കായിരുന്നു. അമ്മോ, കറണ്ടൊക്കെ നോക്കിക്കണം. വാവ് ആൻറ്റോ, നിങ്ങളാണോ ഈ കെട്ടിടങ്ങൾ മുഴുവൻ വാരി താഴേക്ക് എറിഞ്ഞേക്കുന്നത്? സത്യം പറ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്ന് ഇവിടുന്ന് ഉള്ള കെട്ടിടം വാരി വിതറിയേക്കുമല്ലോ നിങ്ങൾ? എല്ലായിടത്തും കിടക്കട്ടെ എന്നുള്ള രീതിയിൽ വാരി വലിച്ചെറിഞ്ഞേക്കുന്ന പോലെ ഒരുപാട് കെട്ടിടങ്ങൾ പല വർണ്ണത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വർണ്ണത്തിൽ ഇതേ കിടക്കുന്നു.
ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ കേൾക്കാം. ഒരു ജ്യൂസിന് വിളിച്ചു പറഞ്ഞാലോ? വിളിച്ചു പറയാൻ കേൾക്കാണ്ട്. ആ, അത് മറ്റേ മല്ലേരപ്പള്ളി സെമിനാർ മല്ലേരപ്പള്ളി കയറിയപ്പോൾ. അതെ അതെ അതെ. ആ, ഒരുപാട് ആടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങോട്ടൊക്കെ കുറേ ആടുകളെ വളർത്തുന്ന കാണാം. പൊട്ടുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓ, കാറ്റാടിപ്പാടം പോലും നോക്കിയേ അല്ലേ? കാറ്റാടി പോലും ഇവിടെ നോക്കുമ്പോൾ ചെറുതാ. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല ബാക്കിയുള്ള കാര്യം. ഓ, അവിടെയൊക്കെ ഫുള്ളല്ലേ? അവിടെ എല്ലാം കാറ്റാടിപ്പാടം, അങ്ങോട്ടെല്ലാം കാറ്റാടിപ്പാടം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വശം. ഇതിലെ കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ദീപം കത്തിക്കാം. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് പതുക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാനേ സാധിക്കുകയുള്ളൂ. കണ്ടോ എന്നുണ്ട്? ഈ ഒരു വ്യൂ മാത്രം പോരെ? ആ, ഈ ഒരു വ്യൂ. വ്യൂ അല്ലേ? അതെ അതെ. ഇനി അതിൻ്റെ മുകളിൽ കയറിയിട്ട് വലിയ കഥയൊന്നുമില്ല. എന്നാലും ചുമ്മാ ഒരു ആഗ്രഹത്തിന് പറഞ്ഞതാ. ഇതിന് മുകളിൽ കയറുമ്പോൾ ഹൈറ്റ് എന്തായിരിക്കും? നല്ല ഹൈറ്റ് ആയിരിക്കും. നല്ല ഹൈറ്റ് ഉണ്ടോ? നോക്കി കണ്ടോ? ഇവിടെ ലൈറ്റിന്റെ ബോർഡ്. ലൈറ്റ് രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മലയുടെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാ സൈഡിൽ കാണാം. രണ്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടി. പതുക്കെ ഇറങ്ങാല്ലേ? മഴയ്ക്കുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. ആ സൈഡിൽ കൂടെ നമുക്ക് നോക്കാം. ഈ സൈഡിൽ കൂടെ പതുക്കെ അങ്ങ് പോവാം. കറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്തെ ഭംഗിയും കൂടെ കണ്ട് താഴേക്ക് ഇറങ്ങാം. വാവ്, എൻ്റെ പൊന്നെ, ഇതെന്തുവാടെ താഴെ നിൽക്കുന്നത്? ആരാടെ ഇത് മുഴുവൻ ഇവിടെ കൊണ്ടിട്ടേ? ഓ, എൻ്റെ പൊന്നെ, അടിപൊളി, എന്നെ രസം. ഓ, ഒന്നും പറയാനില്ല കേട്ടോ. കാറ്റും കൂടെ അങ്ങ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്. വീടുകളുടെ കളറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയാം അല്ലേ? നല്ല രസം കാണാനായിട്ട്. അത്യാവശ്യം അടിക്കടിക്ക് ഇങ്ങനെ ഈ തീപ്പെട്ടിയൊക്കെ അടുക്കി വെക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ അടിക്കടിക്ക് വെച്ചേക്കാം. ഇതുവരെ ഇങ്ങനെ ഒരു വീട്. അതെ അതെ. ഇത്രയും വളരെ ഡിസ്റ്റൻസ് കൂടുതലാണ്. പക്ഷെ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയാണ്. പിന്നെ അത്യാവശ്യം പോഷ് ഏരിയ തോന്നുന്നു അല്ലേ? എല്ലാം വാർത്ത 2, 3, 3 അല്ല 4, 5 വിലയൊക്കെ ഉണ്ടോ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ടാവും. ഇത് അത്യാവശ്യം ഒരു ഫേമസ് ക്ഷേത്രമുള്ള ഒരു സ്ഥലമാണ്. ഈ മുരുകൻ ടെമ്പിൾ ഇല്ലേ, അത്യാവശ്യം ഫേമസാ. എന്തായാലും കൊള്ളാം. ഒരു പള്ളിയൊക്കെ കാണാൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ. അതെ അതെ, അമ്പലമുണ്ട്. അടിപൊളി. ഇത് ഈ മലയുടെ ഒക്കെ മുകളിൽ കയറി കഴിയുമ്പോഴേ വേറൊരു ഫീലാ. ഒരു രക്ഷയില്ല കേട്ടോ. ഇടി വെട്ടി കഴിഞ്ഞാൽ പണി കിട്ടും. അതെ അതെ. നമുക്കിനി താഴേക്ക് ഇറങ്ങണം എത്രയും പെട്ടെന്ന്. മഴയ്ക്കുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി പതുക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു ഭംഗി ആസ്വദിച്ചു. അപ്പോൾ ഇനി പതുക്കെ താഴേക്ക് ഇറങ്ങാം. ഇതാണ് കലുങ്കുമലൈ ശ്രീ മുരുകൻ കോവിൽ. നിലവിൽ ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കടയിൽ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് നിങ്ങളിപ്പോൾ അകത്തേക്ക് കയറിയാലും വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ഫോട്ടോയും വീഡിയോ ഒന്നും അനുവദനീയമല്ല. ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കുമല്ലെന്നാണ് ഇവിടെ കടക്കാർ പറഞ്ഞത്. എന്തായാലും നമുക്ക് അതുകൊണ്ട് അകത്തേക്ക് കയറിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. നമ്മളങ്ങനെ ശ്രീ മുരുകൻ ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം കാറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേ തന്നെ നല്ല മഴ പെയ്തു. പിന്നെ ഓടി കാറിൽ കയറി. പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിലെല്ലാം ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മഴ എപ്പം തീരുമെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും നമ്മളിപ്പോൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം പല ഭാഗങ്ങളിലായിട്ട് മഴ പെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കലുങ്കുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് റോക്കട്ട് ടെമ്പിളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. മുരുകക്ഷേത്രത്തിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി തിരിച്ച് തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കലുങ്കുമലൈ എന്ന ആ ഗ്രാമത്തിലെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. പുതിയ വീഡിയോയിൽ നമുക്ക് അടിപൊളി കാഴ്ചകളുമായിട്ട് കാണാം. അതുവരെ അവർക്കും ബൈ.